To bring the word to us today is someone we all know very well. He's known as the deacon and is also the administrator. He's anointed to know both the word of God and the spreadsheets, right? He understands both of that. So you know him very well, and he's not coming today with sheets or receipts. He's coming today with the word of God, and he's also going to be assisted by Pradeep, who's going to help him translate and everything. So let's welcome the birthday boy, Muttu, and Pradeep. Good morning, church. ആക്ച്വലി ഞാൻ ഇന്ന് എൻ്റെ 55ാമത്തെ ബർത്ത്ഡേ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നത്. So I'm standing before you after completing my 55th birthday. ഇന്നാണ് ബർത്ത്ഡേ. ഞാൻ ചിന്തിക്കുകയാണ് ദൈവം എത്ര വിശ്വസ്തനാണുള്ളത്. So today is my birthday and I'm thinking how faithful God has been to me throughout my പലപ്പോഴും life. എനിക്ക് വിശ്വസ്തനായിരിക്കാൻ സാധിച്ചിട്ടില്ലാത്ത സമയങ്ങളുണ്ടായിരുന്നു. There has been times when I was not able to be faithful to God. ബട്ട് ആ സമയത്ത് പോലും ദൈവം എനിക്ക് വേണ്ടി വിശ്വസ്തനായിരുന്നു. But even in those times, God was very faithful to me. സോ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. So I thank God for all that. ഇത്രയും നാൾ എന്നെ നടത്തി പല വിഷയങ്ങളിലൂടെ കടത്തി പല കാര്യങ്ങൾ പഠിക്കുവാനായിട്ടും മനസ്സിലാക്കാനും ദൈവം ഇടയാക്കി. So God made me, He carried me through my life and then He taught me a lot of things and ബേസിക്കലി ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലോട്ട് വന്നത്. So I'm basically from Tamil Nadu and I've ഇവിടെ വന്നിട്ടാണ് മലയാളം പഠിച്ചത്. After coming here only I've learned Malayalam. ഇപ്പോൾ ഇംഗ്ലീഷ് തെച്ചിലായിരിക്കുന്നത്. പക്ഷേ എനിക്ക് അതിൻ്റെ ആ ലാംഗ്വേജിൻ്റെതായ പ്രശ്നം ഉണ്ടായിരിക്കും. എനിക്ക് മനസ്സിലാകുമായിരിക്കും സംസാരിക്കുമ്പോൾ, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. So I'm not very comfortable with English, so then I hope you understand. സൗണ്ട് കുറവാണ് അതിനകത്ത്. സോ ഓക്കെ, ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ദൈവം നടത്തിയതിന് ഈ സഭയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. Okay, I thank God for having taken me this far and I thank the congregation for all the support. എൻ്റെ ഫാമിലിക്ക് നന്ദി പറയുന്നു. And I thank my family. എൻ്റെ കൂടെ ഇത്രയും കാലം ഇരിക്കുവാൻ, ഒരുമിച്ചിരിക്കുവാൻ, എന്നെ സഹിക്കുവാൻ അവർക്ക് സാധിച്ചു. So they have been with me all this time and they were able to tolerate me and to support me at the same time. ഓക്കെ, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് പോകാം. So let us go into the word of God. ആക്ച്വലി ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് റിന്യൂവിങ് ഓഫ് മൈൻഡ്. Okay, so today the topic I've taken for the message is renewing of our mind. നമ്മുടെ മനസ്സ് പുതുക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. It is about how to make our mind new. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റാണ് ഈ മനസ്സ് പുതുക്കുന്നതിനെ പറ്റി സംസാരിക്കുന്നത്. So it's a very favorite subject of mine. അതെ, അതിലൂടെ ഈ നമ്മൾ എങ്ങനെ ആ രൂപാന്തരം പ്രാപിക്കാൻ സാധിക്കും. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തതും ആക്കി വെച്ചിരിക്കുന്നതും നമ്മൾ പഴയ അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മളെ മാറ്റി ആ പുതിയ അവസ്ഥയിൽ ജീവിക്കാനായിട്ട് ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. Okay, and God is actually transforming us and He is leading us into sanctification through the renewing of our mind every day. നമ്മൾ പ്രത്യേകിച്ച് ബൈബിളിൽ നോക്കിയാൽ പോലും പല ക്യാരക്ടറുകളും പല ജീവിതങ്ങളും അതിനകത്ത് പ്രത്യേകിച്ച് പല ഭാഗങ്ങളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എഴുതിയിരിക്കുന്നത് ഈ അവർക്ക് എങ്ങനെ രൂപാന്തരം സംഭവിച്ചു എന്നുള്ളതും കൂടിയാണ്. So if we go into the Old Testament, we can see that many characters in the Bible, their life is described in a way how this renewal has happened to them through God. പഴയ നിയമത്തിലാണെങ്കിലും നമ്മൾ നോക്കുമ്പോൾ ദൈവം അവരെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, ദൈവം അവരെ തെരഞ്ഞെടുത്തതിന് ശേഷം അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. Okay, so in the Old Testament we can see a clear difference between how their life was before God has chosen them and how their life is after God has chosen them. പുതിയ നിയമത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. And even in the New Testament it happens so. നമ്മൾ ലോകപരമായിട്ട് നമ്മൾ ജീവിച്ചു, നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു, എന്നാൽ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചതിന് ശേഷം നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളത്. So in our own cases we can see that how we were very worldly before knowing God, but after knowing God and after accepting Him, how our life has renewed and changed. ദൈവം ഇപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇങ്ങനെ രൂപാന്തരപ്പെട്ടോണ്ടേയിരിക്കണം എന്നുള്ളത്. So God wishes that we should be renewed each and every day. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, അല്ലെ, നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. So the Bible says that we are saved.
നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. It says that we are being saved. നമ്മൾ രക്ഷിക്കപ്പെടും എന്നും പറയുന്നുണ്ട്. It says that we will be saved. ഒരിക്കൽ യേശുക്രിസ്തു നമ്മളെ പൂർണ്ണമായി രക്ഷിച്ചു. അത് യേശുക്രിസ്തുവിന്റെ ഭാഗം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, അത് തീർന്നു. So the Lord Jesus has already saved that. That was his mission and that is completed. നമുക്ക് വേണ്ടിയ സകല രക്ഷയ്ക്ക് വേണ്ടിയുള്ള സകല കാര്യങ്ങളും യേശുക്രിസ്തു 90 അല്ല 95 അല്ല 100% ദൈവം അത് നിവർത്തിച്ചു. Whatever was required for our salvation, Jesus has achieved that. Not 99% but 100%. നമ്മൾ ആ യേശുക്രിസ്തു വിശ്വസിക്കുമ്പോൾ നമ്മളും പൂർണ്ണമായി രക്ഷിക്കപ്പെടുന്നു. So whenever we believe in Jesus Christ with our whole heart, we will also be saved. അതേസമയം ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മൾ ഇപ്പോൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. At the same time, the Bible teaches us that when we are in this world, we should be renewed each and every day. ആ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ എപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. So that process is happening through our lives now in this world. അത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. We should understand that very clearly. അത് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് നമുക്ക് പല രീതിയിലുള്ള ഈ അസ്വസ്ഥതകളും ഭാരങ്ങളും, പല ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഏതെങ്കിലും രോഗങ്ങളോ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകുന്നത്. So that is, if we don't understand this concept, we become very disturbed when we encounter a lot of challenges in our life. സോ ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ മൈൻഡ് സെറ്റും നമ്മൾ ബൈബിൾ വായിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുന്നിടത്തോളം. So we should have that mindset of knowing this truth when we read the Bible and we worship. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, ഇനി നമ്മൾ രക്ഷിക്കപ്പെടും. And there is also another thing, we will yet be saved again. അത് എപ്പോഴാണ് എന്നുള്ളത് കർത്താവ് വരുമ്പോൾ നമുക്ക് അറിയത്തുള്ളൂ. When that will be, we will only know in the second coming of the Christ. ബൈബിൾ നമുക്ക് ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്, അന്ന് നമ്മൾ യേശുവിനെ പോലെ ആയിരിക്കും എന്നുള്ളതാണ്, പൂർണ്ണരായിരിക്കും എന്നുള്ളത്. Bible guarantees that in that day we will be as complete as Jesus. സോ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പല കാര്യങ്ങളുണ്ട്, പല സത്യങ്ങളുണ്ട്. So when we live in this world, there are a lot of truths that we should be aware of. ഈ ലോകത്തിൽ നമുക്ക് പല പ്രശ്നങ്ങളും, അതായത് ദൈവമക്കൾ എന്ന നിലയിൽ, ഒരു വിശ്വാസി എന്ന നിലയിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് പല പ്രതിസന്ധികൾ ഈ ഭൂമിയിൽ ഉണ്ടാകാം. So as long as we are living as a child of God in this world, there will be a lot of challenges that we may face. സോ അതുകൊണ്ടാണ് പൗലോസ്ലീഹ തന്റെ ലേഖനങ്ങളിൽ മുഴുവനും ഈ രക്ഷിക്കപ്പെട്ട ആളുകളോട്, വിശ്വാസികളോട് അല്ലെങ്കിൽ സഭയോട് അദ്ദേഹം പിന്നെയും പിന്നെയും പറയുകയാണ്, നമ്മൾ എങ്ങനെയായിരിക്കണം, ഈ ഭൂമിയിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണം, നമ്മൾ ആരാണ്, നമ്മുടെ ഐഡന്റിറ്റി എന്താണെന്നുള്ളതിനെ പിന്നെയും പിന്നെയും അത് ഓർപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. So that is why we see in the New Testament how Saint Paul is encouraging and telling each and every believer what we are and how we should be and how we should be renewed each and every day. ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പം ഒരുപക്ഷെ നമുക്ക് അറിയാനുള്ള കാര്യങ്ങളായിരിക്കും, നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതായിരിക്കും, അല്ലെ ഈ എങ്ങനെ നമ്മൾ ഈ നമ്മുടെ മനസ്സ് പുതുക്കണമെന്നതിനെ പറ്റി പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാകും, ചിന്തിച്ചിട്ടുണ്ടാകാം. So whatever we are going to discuss today, maybe you have heard about all these things previously. ബട്ട് എന്നിരുന്നാലും അതിനെ ഒന്നുകൂടി ഓർപ്പിക്കാനായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. But at the same time, I just want to remind this to you once again. പലപ്പോഴും ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്, ഈ ദൈവവചനങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ ആഴങ്ങളിലെ, വളരെ അതിന്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. So many times I've heard when the message is being preached here, we hear a lot of very deep spiritual truths. ഇവിടെ നമുക്ക് പ്രസംഗിക്കുന്നത് അല്ലേ, പലരും നമ്മൾ ജെയ്സൺ, ഇവരെല്ലാവരും പ്രസംഗിക്കുമ്പോൾ വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ അവിടെ സംസാരിക്കുന്നത് നമുക്ക് കേട്ടിട്ടുണ്ടാകും. Yeah, so whenever leaders come here and speak, they will speak about a lot of deep spiritual truths. ബട്ട് ഞാൻ സംസാരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, വളരെ ചെറുതായിട്ടുള്ള ലളിതമായുള്ള കാര്യങ്ങൾ, അത് സാധാരണമായി നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനായിട്ടാണ് ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത്. But me, I will be taking a different approach. I will be talking about more simple things, but at the same time to make you understand these truths. സോ എല്ലാം റെഡിയാണോ? നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ. So are you all ready? We can travel together in this voyage of word. Okay. സോ നമുക്ക് ഈ ഇതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. ഇതിന് പ്രത്യേകിച്ച് അല്ലേ, നമ്മുടെ ഈ മനസ്സ് പുതുക്കണം എന്നുള്ളതിനെ പറ്റി പ്രത്യേകിച്ച് ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ അല്ലേ, നമ്മൾ പറയുന്ന പോലെ ക്രിസ്തുവിൽ ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. So the word reminds us that if one is in Christ,
he is no longer the old person, he is a new creation. എല്ലാം കഴിഞ്ഞുപോയി, സകലതും എല്ലാം പുതിയതായി എന്ന് തന്നെയാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. So everything in his old life has been put to rest and he is a totally new creation. ബൈബിളിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും, അല്ലേ? If something has been told in the word, it will be true. എല്ലാം പുതിയതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പുതിയതായി തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല. So if the word says everything has been made new, it means what it means. ബട്ട് നമ്മൾ കാണുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ കാണുമ്പോൾ, നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നില്ല, അല്ലേ? നമ്മൾ കാണുമ്പോൾ, വെളിയിൽ കാണുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഉണ്ട്, പക്ഷേ ഫിസിക്കലി നമ്മൾ കാണുമ്പോൾ അങ്ങനെ ഒരു കാര്യം കാണുന്നില്ല, ഒരു മാറ്റങ്ങളില്ല, ഒരു വ്യത്യാസം നമുക്ക് തോന്നുന്നില്ല. But when we see ourselves in this world and dealing in this world, we really don't see that kind of a change in ourselves. നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ആർക്കെങ്കിലും? Have you observed anything like that? ഇല്ല, നമുക്ക് പലരും പല സമയങ്ങൾ നമ്മൾ അങ്ങനെ കടന്നു പോയിട്ടുണ്ടാകാം. പക്ഷെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, we have all gone through such times, but why it is, I'll tell you. പലപ്പോഴും നമ്മൾ ഈ സത്യങ്ങൾ മറന്നു പോകുന്നത് കൊണ്ടാണ്. ബൈബിൾ പറയുന്നതായുള്ള, നമ്മെ പറ്റി പറയുന്നതായുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും അത് ഓർക്കുന്നില്ല, അല്ലെങ്കിൽ മറന്നു പോകുന്നു എന്നുള്ളതാണ്. The reason behind that is whatever spiritual truths we learn through the word, we forget that. സോ ഞാൻ ഇന്ന് ശ്രമിക്കുന്നത് നിങ്ങളെ ഒന്നുകൂടി ഓർപ്പിക്കാനായിട്ട്, നിങ്ങളെ ഒന്നുകൂടി അത് മനസ്സിലാക്കാനായിട്ട്. നമ്മൾ ആരാണ്, ദൈവം നമ്മൾ എന്തിനാണ് സൃഷ്ടിച്ചത്, ദൈവം നമ്മളെ എന്തിനാണ് ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്, അതിന് ഉദ്ദേശം എന്താണെന്നുള്ളതിനെ പറഞ്ഞ് നിങ്ങളെ ഒന്ന് എൻകറേജ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. So today my effort will be to encourage you and to remind you once again who you are, why God has selected you and what is your purpose in God. ഇതിന് ആധാരമായിട്ട് പൗലോസ്ലീഹ എഴുതിയിരിക്കുന്ന വചനം റോമാലേഖനം 12-ാം അധ്യായത്തിലാണ്, അല്ലെ? വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ് റോമാലേഖനം. അതിന്റെ 12-ാം അധ്യായം, അതിന്റെ 1-2 വാക്യങ്ങൾ വളരെ ഫെമിലിയർ ആണുള്ളതാണ്. So Saint Paul regarding this matter has spoken in Romans 12 chapter 12 verses 1 and 2. അത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഒന്ന് വായിക്കാം, നമുക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അതിനകത്ത് വായിക്കാം. Romans 12:1 and 2. Therefore, I urge you, brothers and sisters, in view of God's mercy, to offer your bodies as a living sacrifice, holy and pleasing to God. This is your true and proper worship. Do not conform to the pattern of this world, but be transformed by the renewing of your mind. Then you will be able to test and approve what God's will is, His good, pleasing and perfect will. Amen. നിങ്ങൾ അല്ലേ വായിച്ചപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇവിടെ തുടങ്ങുന്നത് therefore എന്നാണ്. Okay, so when we started reading this verse, you would have observed that we are starting this with therefore. എന്തുകൊണ്ട് അങ്ങനെ തുടങ്ങുന്നു? അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. So why does the verse start like that with the therefore? കാരണം ഈ റോമാലേഖനം 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് പൗലോസ്ലീഹ ഈ കാര്യം പറയുന്നത്. That is because from Romans 1 to Romans 11, Paul makes many things clear, and this is a continuation of that. അതിനു മുമ്പ് അല്ലേ, ഈ റോമാലേഖനം 1 മുതൽ 11 വരെ നമ്മൾ ആരായിരുന്നു, നമ്മൾ എങ്ങനെയുള്ളവരായിരുന്നു, അല്ലെ? ഈ നമുക്ക് എന്തായിരുന്നു നമ്മുടെ സ്ഥാനം, നമ്മുടെ ഐഡന്റിറ്റി എന്താണ്, അല്ലെ? നമ്മൾ എങ്ങനെയുള്ള ഒരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകാൻ പോകുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള നമ്മുടെ പഴയ ആ ഒരു ഇമേജ് അതിനെപ്പറ്റി പറയുന്നുണ്ട്. So in the previous chapters, Paul discusses actually who we were before, who we are now, what is our purpose, why we have been called for, and where we are going. അതിൽ മാത്രം അത് പറഞ്ഞുകൊണ്ട് തന്നെ അതിൽ നിന്ന് ദൈവം എങ്ങനെ നമ്മളെ വീണ്ടെടുത്തു, ദൈവം നമ്മളെ എങ്ങനെ അതിനകത്ത് നിന്ന് രക്ഷിച്ചു, നമ്മൾ ദൈവം അവിടെ നിന്ന് വേറൊരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു, നമുക്ക് പുതിയ ഒരു അടയാളം നമുക്ക് ദൈവം തന്നു എന്നുള്ളതിനെ മുഴുവനായിട്ട് അത് എങ്ങനെ ചെയ്തു എന്നുള്ളതെല്ലാം അവിടെ വിവരിച്ച് പറയുന്നുണ്ട്. So Paul talks about how God found us, how God transformed us, and how God is actually making this change in us and where God is taking us. എന്താണ് രക്ഷ, എന്താണ് ദൈവത്തിന്റെ കൃപ, അല്ലെ? എന്താണ് വിശ്വാസം, എന്താണ് അതിൻ്റെതായ പരീക്ഷണങ്ങൾ, അതിനുവേണ്ടി ദൈവം കൊടുത്തതായുള്ള വില, അത് എല്ലാം വ്യക്തമായി 11 അധ്യായങ്ങളിൽ പറഞ്ഞതിന് ശേഷം പൗലോസ്ലീഹ 12-ാം അധ്യായത്തിലേക്ക് വരികയാണ്. Yeah, so in up to chapter 11, Paul discusses about what is salvation, what is grace, how how God has saved us, and what is the price He
paid for saving us, and all these things he has explained very clearly, and only coming to this part. അതുകൊണ്ട് അങ്ങനെ തുടങ്ങുന്നത് അല്ലേ. അതുകൊണ്ട് അല്ലെ സഹോദരന്മാരെ സഹോദരിമാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്താണുള്ളത്. So that is why this Romans 12 starts with therefore I urge you brothers and sisters, is because he has established a lot of spiritual truths and he is building upon that. ഇവിടെ ആദ്യം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട് നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് യാഗമായി സമർപ്പിക്കണം, അതാണ് ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത്. So in the first verse it says that we have to offer our bodies as a living sacrifice, holy and pleasing to the God. This is true and proper worship. അപ്പം ആ ഒരു ജീവനുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മുടെ ശരീരങ്ങളെ സമർപ്പിക്കണം അല്ലെ. പഴയ നിയമത്തിലെ മൃഗങ്ങളെ അർപ്പിച്ചുകൊണ്ടിരുന്നു, എന്നാൽ ഇന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അല്ലെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മളെ തന്നെയാണ് പൂർണ്ണമായി സമർപ്പിക്കുന്നത്. So in the Old Testament we see that an animal was used as the sacrificial body, but when it comes to the New Testament we ourselves have to offer our body as a sacrifice, and not just a dead sacrifice but as a living sacrifice. അത് സാധിക്കുമോ? നമ്മുടെ ശരീരത്തെ ജീവനോടെ ഇരിക്കുന്ന നമ്മുടെ ശരീരങ്ങളെ ജീവനോടെ എങ്ങനെ യാഗമായി സമർപ്പിക്കാൻ സാധിക്കും? So is it possible our bodies, can we actually sacrifice our bodies in a living state? സോ അങ്ങനെയാണ് തുടങ്ങി അതിൻ്റെ കാര്യങ്ങളാണ് പൗലോസ്ലീഹ മുഴുവൻ ഇനി പറയുന്നത്. ഈ അധ്യായം മുഴുവനും എങ്ങനെ നമുക്ക് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മുടെ ജീവനെ സമർപ്പിക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി വിവരിക്കുകയാണ്. So this is how the verse start, and then how we will be renewed in our mind. That is what Paul is exploring here. സോ ഇതിനകത്ത് നിന്ന് നമുക്ക് 3 കാര്യം പ്രധാനമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് 2-ാം വാക്യത്തിൽ നിന്നാണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ്. So there are 3 points from these verses that we can observe. ഇതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ 3 കാര്യങ്ങൾ. So these are the 3 points what is said, that is do not conform, be transformed and renewing of your mind. ഒന്ന് അല്ലെ അവിടെ നമ്മൾ അല്ലെ അനുരൂപരാകരുത് എന്ന് അവിടെ പറയുന്നുണ്ട്. So it says that you do not be conformed to this world. ഈ ലോകത്തോട് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അതിനോട് ചേർന്ന് പോകാനായിട്ട് പാടില്ല എന്നാണ് അവിടെ പറയുന്നത്. Yeah, we are not called to be conformed to this world. ഇത് ഒരു കമാൻഡ് ആണ് പൗലോസ്ലീഹ പറയുന്നത്. So this is a command that God gives through Saint Paul. അതേ സമയത്ത് ഇത് ഒരു അഡ്വൈസും കൂടിയാണ്. At the same time this is also an advice. പൗലോസ്ലീഹ ഇത് ഒരു കൽപ്പനയായിട്ട് പറയുമ്പോൾ തന്നെ അതിനൊരു നമ്മോട് ഒരു അപേക്ഷയായിട്ട് ഒരു അഡ്വൈസ് ആയിട്ടാണ് ഇത് പറയുന്നത്. ഈ ലോകത്തോട് എന്ത് ചെയ്യരുത്? അനുരൂപരാകരുത് എന്ന് പറയുന്നത്. When Paul gives this as a command, he is also requesting us that please do not be conformed to this world. എന്തുകൊണ്ട് ഈ ലോകത്തോട് നമുക്ക് അനുരൂപമാകാൻ പാടില്ല? കാരണം നമ്മൾ ലോകത്തിലാണല്ലോ ജീവിക്കുന്നത്. ഈ ഭൂമി ഇവിടെ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ എല്ലാം, നമ്മുടെ ജോലി, നമ്മുടേതായ അല്ലെ നമ്മുടെ കുടുംബം, നമ്മുടെ വീട് എല്ലാം നമ്മൾ ഇവിടെ തന്നെയാണ് ആയിരിക്കുന്നത്. Okay, so why should we not conform to this world? Because we are living in this world, our job, our family, our home, everything in this is in this world. So why should we not conform? ബട്ട് വചനം പറയുന്നുണ്ട് നിങ്ങൾ ഈ ലോകത്തോട് എന്ത് ചെയ്യാൻ പാടില്ല? അനുരൂപരാകാൻ പാടില്ല. But the word clearly explains that you shouldn't be conformed to this world. ബിക്കോസ് ഈ ലോകം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് താൽക്കാലികമാണുള്ളതാണ്. Because the world is temporary. മനസ്സിലായോ? ഇതിനെന്ത് ഒരു താൽക്കാലികമാണ് ഇതിനകത്ത്. ഇവിടെ നമ്മൾ താമസിക്കുന്നത്, ഇവിടെ ജീവിക്കുന്നത്, ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ നമ്മൾ അധ്വാനിക്കുന്നത് എല്ലാം ഒരു താൽക്കാലികമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. So whatever you see in this world, it is temporal, it is not eternal. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ ലോകത്തിന്റെ ആ പാറ്റേണോട് നമ്മൾ ഇണങ്ങിച്ചേർന്നത് എന്ന് പറയുന്നുണ്ട്. So that is the reason why the word tells us, please do not be conformed to the pattern of this world. മാത്രമല്ല ലോകം എപ്പോഴും ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് എതിരാണ്. നിങ്ങൾ ഓർത്തോളണം അല്ലെ, ദൈവത്തിൻ്റെതായ കാര്യങ്ങൾക്കും ദൈവം വെച്ചിരിക്കുന്നതായുള്ള ആ വ്യവസ്ഥകൾക്ക് എപ്പോഴും അത് എതിരാണുള്ളത്. We should also remember that the world is in opposition to what God preaches. മനസ്സിലായോ? അത് ലോകം ഒരിക്കലും ദൈവകാര്യങ്ങളുമായിട്ട് ഇണങ്ങി പോകത്തില്ല. The worldly affairs, they are very different from godly affairs, and then they don't go together. മാത്രമല്ല ഈ ലോകം എപ്പോഴും നമ്മളെ എന്ത് ചെയ്യും? ഒരു പ്രഷറിൽ നമ്മളെ ഇങ്ങനെ പ്രഷർ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്.
And the world, it gives us a lot of pressure, it gives us a lot of stress. ഈ ലോകത്തെ നമുക്ക് മൂന്ന് രീതിയായിട്ട് പറയാം. We can divide the world into three parts. ലോക മതം, So that is world religion, ലോക ജ്ഞാനം, world knowledge, വിസ്ഡം അല്ലേ? world ലോക ജ്ഞാനം, wisdom, ലോകത്തിന്റെ ധനം, വെൽത്ത്. and the world wealth. ഈ മൂന്ന് രീതിയിൽ അടങ്ങിയിരിക്കും. ഒന്ന് ലോകത്തിന്റെ മതം, ലോകത്തിന്റെ ജ്ഞാനം, ലോകത്തിന്റെ ധനം. ഇതിനകത്ത് മുഴുവനും കാര്യങ്ങൾ, ഈ മൂന്ന് കാര്യത്തിന്റെ ഉള്ളിൽ എന്താണ് ലോകത്തിനുള്ളത് എല്ലാം അതിനകത്ത് അടങ്ങിയിരിക്കും. So in these three spheres, that is world religion, world knowledge and world wealth, everything about the world is contained. ലോകത്തിന് അതായിരിക്കും പ്രധാനം. ഈ മൂന്ന് കാര്യങ്ങളായിരിക്കും എപ്പോഴും. നിങ്ങൾ എന്ത് നോക്കിയാലും, ഏത് കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, ഇതിലായിരിക്കും കൂടുതലും പ്രസ് ചെയ്യുന്നത് നമ്മളെ. So if you observe in the world, the more pressure is on these three spheres. And ബട്ട് ദൈവത്തിന്റെ കാര്യങ്ങൾ പറയുന്നത് ഒരിക്കലും അങ്ങനെയുള്ളതായിരിക്കത്തില്ല എന്നുള്ളതാണ്. അത് ദൈവത്തിൽ അത് എന്തായിരിക്കും? അത് പൂർണ്ണമായുള്ള ഒരു ഫ്രീഡം ആയിരിക്കും. നമ്മൾ ഒരിക്കലും, ഞാൻ പറയാം, ലോകം ഒരു മോൾഡ് പോലെ ഇങ്ങനെ ഒരു മോൾഡ് ഇങ്ങനെ വയ്ക്കുന്നില്ലേ? എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലേ, അതിനിങ്ങനെ ഒരു മോൾഡ് ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ പ്രസ് ചെയ്യും, അതിനകത്ത് നിന്നായിരിക്കും ആ സാധനങ്ങളൊക്കെ പുറത്ത് വരണം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഈ ലോകം എപ്പോഴും നമ്മളിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കും. So as you can see, the world is like a mold, and we have to conform into the shape of this mold. So the world will press us into this mold and will pressurize us. But in God there is freedom. ഈ പാപകരമായ കാര്യങ്ങളെ അതിനകത്ത് നമ്മളെ എപ്പോഴും അതിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നമ്മളെ ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. Okay, so the world will keep on tempting us to do sinful things. ലോകത്തിൻ്റെതായ രീതിയുണ്ട്, അതിൻ്റെതായ നേച്ചറുണ്ട്, അതിൻ്റെതായ ഒരു സ്വഭാവം, അതിനൊരു പാറ്റേൺ ഉണ്ട്. So the world has its own form of doing things. സോ അതുകൊണ്ടാണ് ദൈവം എപ്പോഴും പറയും, ദൈവവചനം നമ്മൾ അതിനോട് ഇണങ്ങി ചേർന്നത് അതിന് ടോട്ടലി ഡിഫറൻ്റ് ആണ് ദൈവരാജ്യവും ദൈവത്തിൻ്റെ കാര്യങ്ങളും. So that is why the word says that we should not conform to this world, and the kingdom of God and anything related to God is totally different from what you see in this world. So ഇത് വളരെ വ്യക്തമായി ദൈവം പറയുന്നുണ്ട്, ലോകം എപ്പോഴും അല്ലെ ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് എതിരാണുള്ളത്. അതുകൊണ്ടാണ് പൗലോസിലെ വളരെ ശക്തമായി, ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലെ, യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നുണ്ട്, ലോകത്തിന്റെ സ്നേഹം ദൈവത്തോടുള്ള സത്രുത്വം എന്നാണ്. Okay, so in many parts of the world we find the same message being repeated, because the world is not where you should be conforming yourself to. യേശു കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ലോകത്തെയും സ്നേഹിച്ചുകൊണ്ട് എന്നെയും സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആയിരിക്കാൻ പറ്റത്തില്ല. So Jesus says that you cannot love and serve both world and me. ഒന്ന് നമ്മൾ ലോകത്തെ സ്നേഹിക്കും, അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കണം. രണ്ടെയും ഞാൻ കുറച്ച് ലോകത്തെ സ്നേഹിക്കാം, കുറച്ച് ദൈവത്തെ സ്നേഹിക്കാം, അങ്ങനെയുള്ള ഒരു രീതിയില്ല. We can either love the world or we can love Jesus. We can't love both the world and Jesus together. സോ നമ്മളെ ദൈവമക്കളെ, ദൈവവചനം ഒരുപാട് കാര്യങ്ങൾ ലോക കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. ലോകത്തോട് നമ്മൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട്. ഇവിടെയും നമ്മൾ എടുത്തു പറയുന്നുണ്ട്, ലോകത്തോട് അനുരൂപരാകരുത് എന്ന്. So the word of God tells us a lot about this world, and it says us do not conform to this world. രണ്ടാമത് അവിടെ പറയുന്ന കാര്യമാണ് എന്താണ്? നമ്മൾ രൂപാന്തരം പ്രാപിക്കാനുള്ളത് അല്ലെ, ബി ട്രാൻസ്ഫോം. Okay, the next point which is told here is be transformed. നമ്മൾ എപ്പോഴും ഈ ഒരു രൂപാന്തരം, നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഉണ്ടാകണം എന്ന് ദൈവവചനം ആഗ്രഹിക്കുന്നുണ്ട്. The word of God always wishes that we should be transformed into his image. അല്ലെ, നമുക്കൊരു രൂപാന്തരം ആവശ്യമാണുള്ളതാണ്. We need a transformation. അത് ഒരിക്കലും അല്ലെ, അതിൻ്റെതായ ഒരു മാറ്റം അല്ലെ, എന്താ അതെങ്ങനെ പറയാം അല്ലെ, ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഉണ്ടാകണം എന്നുള്ളത് അത് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമാണുള്ളതാണ്. And the kind of transformation that God expects from us is beyond even our thinking. ഇങ്ങനെ ചിന്തിക്കാൻ, നമ്മൾ നേരത്തെ ഒരു അവസ്ഥയിലായിരുന്നു, ഇപ്പോൾ വേറൊരു അവസ്ഥയിലേക്ക് വരുന്നു. We can think of it like that. We were in a different state previously. Now we are coming to another state. നമ്മൾ നേരത്തെ വേറൊരു ഫോമിലായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇരിക്കുന്നത് ടോട്ടലി ഡിഫറെന്റ് ആണുള്ളത്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, മനസ്സിലാക്കാൻ പോലും പറ്റത്തില്ല. So it's really perplexing for us to understand that previously we were in a totally different ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള ഒരു സംഭവമാണ് ഈ ബട്ടർഫ്ലൈ അല്ലെ.
ബട്ടർഫ്ലൈ എങ്ങനെയാണ് അത് വരുന്നുള്ളത് അല്ലേ? ആ ഇതുണ്ടോ, ഇത് ഒരു ഫോട്ടോ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു അല്ലേ ഇത് കാര്യമാണ്, 1ാം ക്ലാസ് തൊട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. So to understand this a little better, I just want to show you the metaphor of a butterfly transforming from a അല്ലേ? നമ്മൾ ഇതിനെ caterpillar to the beautiful ഈ butterfly. ബട്ടർഫ്ലൈ ആണ് നമ്മൾ എല്ലാവരും കാണുന്നത് അല്ലേ? അത് എന്തൊരു മനോഹരമാണ്. ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂടി വരുമ്പോൾ അത് ഒരുമിച്ച് ഇങ്ങനെ പറന്നു വരുന്നത് കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും വലിയവരാണെങ്കിലും അത് ആസ്വദിക്കുന്നു. So in the case of butterfly, when a lot of butterflies come, we all enjoy that beauty and that niceness of the butterfly. പക്ഷെ നമ്മൾ ഈ ബട്ടർഫ്ലൈയോട് പറയുകയാണ് നീ ഇങ്ങനെയായിരുന്നു നേരത്തെ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നു. But if we keep telling this butterfly that you were like a stupid caterpillar before, will the butterfly take it into his heart? മനസ്സിലായോ? അവിടെ ഈ ബട്ടർഫ്ലൈ ഒരിക്കലും ഇങ്ങനെയായിരുന്നു. ആദ്യം കാണുന്ന ആ ഒരു ചെറിയ ഒരു പുഴു അത് അങ്ങനെയായിരുന്നു. So the butterfly previously was a caterpillar. ബട്ട് അതാണ് ഇന്ന് ഇങ്ങനെ ഒരു മനോഹരമായ ഒരു അല്ലെ ഒരു ബട്ടർഫ്ലൈ ആയിട്ട് മാറിയിരിക്കുന്നുള്ളത് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. But today it is a beautiful butterfly. How that change has come around, we can't understand. അത് തന്നെയാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. That is exactly what is happening. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും അല്ലെ സ്വർഗം നമ്മളെ കാണുന്നത് അല്ലെ ഇങ്ങനെ മനോഹരമായ ഒരു ബട്ടർഫ്ലൈ ആയിട്ടാണ്. So whoever is sitting here, the heaven views us not as caterpillars but as beautiful butterflies. ബട്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ അല്ല ഇതല്ലായിരുന്നു, എൻ്റെ നേച്ചർ എൻ്റെ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? രണ്ട് വ്യത്യാസമാണ് അല്ലേ? ടോട്ടലി ഡിഫറെന്റ്. Many a times we think back that we were a caterpillar and we don't realize the fact that we are a beautiful butterfly today. ആക്ച്വലി ഇവിടെ നിന്ന് ഈ ഒരു ഇതിലേക്ക് മാറ്റം വരുമ്പോൾ ഈ ഒരു ബോക്സ് പോലെ ഇരിക്കുന്നില്ലേ, അതിനകത്ത് ഒരു ചില അല്ലെ അതിനകത്തിരിക്കുന്ന ഈ പ്രോസസ്സ് കാണുവാണെങ്കിൽ അപ്പൊ ഈ കാര്യം നമുക്ക് ഇതിനകത്ത് ഈ നടുക്കരിക്കുന്ന ആ ഒരു അതിന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ യാതൊരു ആദ്യം ഇരിക്കുന്ന അതിൻ്റെ അവസ്ഥയോ അല്ലെങ്കിൽ ഇതിൻ്റെതായോ ഒന്നും കാണത്തില്ല. അതിനകത്തിരിക്കുന്ന ഒരു എന്തോ ഒരു വൽപ്പ് പോലെ ഒരു സൂപ്പ് പോലെ ഇരിക്കുന്നതാണ് പറയുന്നത്. So you see a picture of a cocoon here, and in which the caterpillar is undergoing a change. If we try to open the cocoon and see the caterpillar, we will see it's all very mushy and it's like a soup inside. അതെ, ഒരു എങ്ങനെ അല്ല വല്ലാത്ത ഒരു പശയും ഇങ്ങനെ വളവളാണ് ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അത്. So it will be in a very liquid state inside that. ആക്ച്വലി അത് എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ എന്ത് കഴിക്കുന്നത് ചിക്കൻ എന്തെങ്കിലും നമ്മൾ കഴിക്കുന്നത് നമ്മുടെ വയറിനകത്ത് പോയിട്ട് അകത്ത് പല പ്രോസസ്സിങ് നടക്കും അല്ലേ? നടക്കുമ്പോൾ അത് ഇങ്ങനെ പശ പോലെ വന്നിട്ട് അതേപോലാണ് ഇതിനകത്തിരിക്കുന്നത് ഡൈജഷൻ ആകുന്നത് പോലെ ആ ഒരു. Okay, so whenever we eat some food, the food goes inside our stomach and it will be acted upon by the stomach acid and enzymes and all, and it becomes like a thick pulp. So what we see here is also something like that. It's akin to digestion. അത് മനസ്സിലാക്കാൻ പറ്റുമോ നമുക്ക്? നമ്മൾ അങ്ങനെ നമ്മൾ ആ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഇങ്ങനെ കടന്ന് ഒരു മനോഹരമായ ഒരു ബട്ടർഫ്ലൈ ആയിട്ട് വരുന്നുള്ളത്. എങ്ങനെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും? എങ്ങനെ ചിന്തിക്കാൻ വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. Are you able to envision that change that happens in us after this dissolution? We become a beautiful butterfly. വാസ്തവത്തിൽ അതാണ് സംഭവിക്കുന്നത്. But that is what exactly happens. ആക്ച്വലി നമ്മൾ ഇതിന്റെ ഏത് അവസ്ഥയിലായിരുന്നാലും ദൈവം നമ്മളെ നോക്കുന്നത് ഈ ഒരു മനോഹരമായ ഒരു ബട്ടർഫ്ലൈ ആയിട്ടാണ്. So no matter what stage of this metamorphosis we are, the God looks at us as a beautiful butterfly. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ആ ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. So like I said before, it's that process that is happening now. അതുകൊണ്ടാണ് നമ്മൾ ചില ആളുകളെ കാണുമ്പോൾ നമ്മളെ അല്ലെങ്കിൽ നമ്മളെ തന്നെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ കാണുമ്പോൾ ഈ വളവള കുളകളാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ്. So that is why when we see some matters in life, we find that it is very messy and it is all like messed up like a soup. മനസ്സിലായി അല്ലേ? അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയാൽ ഞാൻ മനോഹരമായ ഒരു ബട്ടർഫ്ലൈ ആയിട്ട് മാറുമെന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെ ഓർത്ത് അല്ലെ ബുദ്ധിമുട്ടുകയോ കഷ്ടപ്പെടുകയോ അതിനെ ഓർത്ത് കരയുകയോ നമ്മൾ ചെയ്യത്തില്ല. So whenever we encounter such digestive processes in our life, we have to think that one day I will become a beautiful butterfly. So then this will be very easy on our ഈ brains. ട്രാൻസ്ഫോർമേഷൻ ഏറ്റവും വലിയ ആവശ്യമാണ് ക്രിസ്തീയ ജീവിതത്തിലെ, വളരെ പ്രധാനപ്പെട്ടതാണ്. So this transformation is very necessary in a Christian life. അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം.
That is currently happening to all of us. That is ഇത് the truth. ഒരിക്കലും ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന സംഭവമല്ല. And this is not something that happens overnight. അതൊരു സമയമെടുക്കും. കുറേ സമയമെടുത്താണ് അത് അല്ല ഇങ്ങനെ അത് പ്രവർത്തിച്ച് പല മാറ്റങ്ങളിൽ കടന്നുപോയിട്ടാണ് അത് കടന്നു വരുന്നത്. ഇത് ഓൺഗോയിങ് പ്രോസസ്സാണ്. So this is an ongoing process and it goes through many stages. മാത്രമല്ല ഇത് വല്ലപ്പോഴും നടക്കുന്ന കാര്യമല്ല. ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ നടക്കുന്ന ഒരു കാര്യമല്ല. And this is not a thing that happens once in a while, like once in a week or once in a month or something. ഇത് ഡെയിലി നടക്കുന്ന ഒരു സംഭവമാണ് ഈ പ്രോസസ്. എപ്പോഴും നടന്നുകൊണ്ടേ ആയിരിക്കുകയാണ് അത്. So this process happens every day. It happens 24/7, 365. മാത്രമല്ല അത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ല. അത് ഇച്ചിരി കഷ്ടതയാണ്, ഇച്ചിരി പ്രയാസമാണ്. And it's not an easy thing. It's very difficult to endure that. നമ്മൾ ഇത്രയും നാൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നു, ഇത്ര നാൾ നടന്ന രീതിയിൽ നിന്ന് ഒരു വേറൊരു ഡയമെൻഷനിലേക്ക് നമ്മൾ മാറുക എന്നുള്ളത് അത്ര ഈസി അല്ല. So it's very difficult from being in one place when we are in the world and then changing from that totally. ഒരിക്കലും നമുക്ക് അതിനകത്ത് നിന്ന് ഇത്രയും നാൾ ഞാൻ ഇങ്ങനെ ജീവിച്ചു, ഇത്രയും ഞാൻ ഈ ഒരു പൊസിഷൻ ഈ അവസ്ഥയിലായിരുന്നു, ഇനി ഞാൻ വേറൊരു അവസ്ഥയിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ അത്ര ഈസി അല്ല. So every time this kind of change happens from one state of life to another state, it's very difficult. സോ അതുകൊണ്ടാണ് പൗലോസ് വളരെ വ്യക്തമായി ഓർപ്പിക്കുകയാണ് മൂന്നാമത്തേതായ വിഷയം എന്താണ്? റിന്യൂവിങ് യുവർ മൈൻഡ്. So that is why Saint Paul reminds us about the renewing of our അതാണ് minds. മൂന്നാമത്തെ കാര്യം. That is a third point. മനസ്സ് പുതുക്കുക എന്നുള്ളതാണ്. To renew your mind, to അത് make it new. വളരെ പ്രധാനപ്പെട്ടതാണ് ക്രിസ്തീയ ജീവിതത്തിലെ. That is a very important process in Christian life. ഒരു കാര്യം ഓർത്തോളണേ, എപ്പോഴും ക്രിസ്ത്യൻ ലൈഫിലെ നമ്മുടെ ദൈവത്തിന് ഒരിക്കലും റിപ്പയറിംഗ് പരിപാടിയില്ല. Okay, so you understand this in Christian life, God doesn't have any service or repairs. എന്താണ്? റിപ്പയറിംഗ് പരിപാടിയില്ല. God doesn't have any repair. റീപ്ലേസിംഗ് പരിപാടിയില്ല. There is no replacing. സ്റ്റെപ്നി അല്ലേ നമ്മുടെ വണ്ടിയിലൊക്കെ നമ്മൾ കാണുമ്പോൾ അതിനകത്ത് അങ്ങനെ കാര്യങ്ങളുണ്ട്. പക്ഷെ ദൈവത്തിന് റിന്യൂ ചെയ്യുന്നതാണ് ദൈവത്തിന്റെ പരിപാടി. Yeah, there is no repairing, there is no changing, or there is no spare parts being changed, but God renews the same thing. എല്ലാ കാര്യത്തിനും ദൈവം പുതുപ്പിക്കുകയാണ്. So God makes new the old. എല്ലാം സകലവും അല്ലെ ഭൂമി അല്ലെ ഉണ്ടായ ആ ദിവസം മുതൽ ഇന്ന് വരെയും ഭൂമിയുടെ അതിന്റെ രൂപങ്ങളെ ദൈവം ഓരോ ദിവസവും മാറ്റിക്കൊണ്ടാണ് ഇരിക്കുന്നത്. So God is from the time the world was formed, God is constantly changing. എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, നിങ്ങൾ അതിനകത്ത് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അതിന്റെ പഴയ അവസ്ഥയിലല്ല, എല്ലാം ദിവസം തോറും മാറിക്കൊണ്ടിരിക്കുക. അതിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ രൂപം മാറിക്കൊണ്ടിരിക്കുന്നു. So if you observe, you can see that the world is constantly changing. നമ്മളെയും ദൈവം മാറ്റിക്കൊണ്ടായിരിക്കുന്നത് അല്ലെ, നമ്മളെയും ദൈവം പുതുപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. So we are also being constantly changed by God. സോ ക്രിസ്തീയ ജീവിതത്തിലെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അല്ലെ ഈ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പുതുക്കേണ്ടത് വളരെ അത്യാവശ്യമാണുള്ളതാണ്. So when we live in this world, we have to renew our mind. It's very important. മനസ്സ് പുതുക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അതിന് തയ്യാറായിരിക്കണം എന്നുള്ളതാണ്. So for that, the first step we should do is we should be ready for that. നമ്മൾ റെഡിയാണോ? ഇതേ അല്ലെ മനസ്സ് പുതുക്കാനായിട്ട് നമ്മൾ റെഡിയാണോ? Are we ready to change our minds? ഞാൻ ഇത്രയും കാലം ഞാൻ ഇങ്ങനെയായിരുന്നു, ഇത്രയും നാള് ഞാൻ ഇങ്ങനെയാണ് ജീവിച്ചത്, എന്റെ മൈൻഡ് സെറ്റ് ഇങ്ങനെയായിരുന്നു, ഇനി ഞാൻ ഇങ്ങനെ അത് എനിക്ക് മാറാൻ പറ്റുമോ? So it is very difficult because we have been living a particular way and now to change to a totally different character, is it even possible for us? സോ ബൈബിൾ ചോദിക്കാൻ നമ്മൾ റെഡിയാണോ ആദ്യം? So the Bible is asking us, are you ready for that? ഒരു കാര്യത്തിന് വേണ്ടി മാറാനായിട്ട് നമ്മൾ തയ്യാറാണെങ്കിൽ മാത്രമേ ദൈവത്തിന് അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. Only if we have that intention of changing our minds will God or the Holy Spirit have any say in making that happen. അതെ, എപ്പോഴും നമ്മൾ അതിന് തയ്യാറായിരിക്കണം എന്നുള്ളതാണ്. We should always be ready for that. ദൈവം എന്തെങ്കിലും നമ്മോട് പറയുവാണെങ്കിൽ, നാം സംസാരിക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ, അത് നമ്മൾ പുതുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. So if God tells us to do something, we should be ready to do that and we should be ready to renew our mind. അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു മാറ്റം, ഒരു രൂപാന്തരം നമുക്ക് സംഭവിക്കത്തില്ല. Otherwise in our Christian lives there will not be any change. We will be stuck. ബൈബിളിലെ ചില ആളുകളുടെ ഈ മനസ്സിനെ പറ്റി അല്ലെ അവരുടെ മൈൻഡ് സെറ്റിനെ പറ്റി ബൈബിൾ ധാരാളം ക്യാരക്ടറുകൾ, ധാരാളം ആളുകളെ പറ്റി പറയുന്നുണ്ട്. So in the Bible there is a lot of
examples of people's mentality പല and their characters. അല്ലെ പല ഉദാഹരണങ്ങൾ അതിനകത്തുണ്ട്, പലരുടെ അവരുടേതായ മൈൻഡ്. So there are a lot of examples like that. അതിൽ ഒന്ന് എന്താണ് അറിയാമോ? ഈ വെട്ടുക്കിളിയുടെ മനോഭാവം. So one of that is something called the grasshopper mentality. അല്ലെ, അത് നമ്മൾ വായിക്കും. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തില് ഒരു സംഭവം ഇങ്ങനെ പറയുന്നുണ്ട്. So in Numbers 13 something is said about that. അതൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ടോ? വെട്ടുക്കിളിയുടെ മനോഭാവം. So have you heard about that, the grasshopper mindset? കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും? Have you heard about this before? ബൈബിളിൽ പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു മനോഭാവമുള്ള ആളുകളുണ്ട്. Yeah, there are people who have this grasshopper mindset. നമുക്ക് സുപരിചിതമായ ഒരു ഭാഗമാണ് അല്ലെ, എരിഹോ പട്ടണം ഒറ്റുനോക്കാനായിട്ട് പഴയ നിയമത്തിലാണ് മോശെ 12 പേരെ വിടുക. So we know about the Jericho city that Moses sent 12 spies to get information for that. അതിനെ ഒറ്റുനോക്കാനായിട്ട്. ആ പട്ടണം എങ്ങനെയുണ്ട്, യുദ്ധം ചെയ്യാൻ പോവുക അവരുമായിട്ട് അല്ലെ, അവർ ഫൈറ്റിന് പോകുമ്പോൾ അത് എങ്ങനെയുണ്ട് എന്താണുള്ളത് നോക്കാനായിട്ട് പോകുന്നു. So before they go for a fight, they are just sending these people for some intelligence gathering. പോയിട്ട് തിരിച്ചു വന്ന് ഈ 12 പേരും തിരിച്ചു വന്നിട്ട് അവർ തന്ന റിപ്പോർട്ട് എന്തായിരുന്നു? And what is the report that these 12 people came and gave back? നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിൽ 10 പേർ എന്ത് ചെയ്തു? റോങ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് തന്നത്. So out of that 10 people, they just gave a very wrong report. 2 പേർ മാത്രം അല്ലെ, ജോഷുവയും കാലേബും മാത്രമാണ് അല്ലെ ദൈവം പറഞ്ഞതുപോലുള്ള ചില റിപ്പോർട്ടുകൾ അവിടെ തന്നത്. Only Joshua and Caleb gave a report as God wanted it. ഓൾറെഡി ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ അവിടെ പോയി യുദ്ധം ചെയ്ത് ആ ദേശം പിടിക്കും, നിങ്ങൾ അവരെ ജയിക്കുമെന്ന് തന്നെയാണ് ദൈവം പറഞ്ഞിരുന്നത്. Because God has already given them assurance that you will go there, you will wage a war against these people and you will win. പക്ഷെ ഈ പോയിട്ട് വന്ന ഈ 10 പേര് 12 പേരിലുള്ള ഈ 10 പേര് വന്നിട്ട് പറയും, ഇല്ല നമുക്കത് പിടിക്കാൻ പറ്റത്തില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവിടെ വലിയ രാക്ഷസന്മാരുണ്ട്, അത് അവരുടെ മുമ്പിൽ നമ്മൾ വളരെ കുഞ്ഞുങ്ങളെ പോലാണ് ആയിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് തന്നത്. But 10 of these spies, they come back and tell, this is impossible, we are not going to win a war against them, these people are giants and we were like small compared to them. അതുകൊണ്ട് വായിക്കാമോ ഈ സംഖ്യാപുസ്തകം 13-ാം അധ്യായം, അതിലെ 33-ാം വാക്യത്തിലാണ് അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവർ 30 മുതലുള്ള വാക്യം കൊണ്ട് വായിച്ചു നോക്കിക്കേ. Okay, so can we read from Numbers 13 verse 30? 30 മുതൽ 30, 31, 32, 33 വരെ. Then Caleb silenced the people before Moses and said, "We should go up and take possession of the land, for we can certainly do it." But the men who had gone up with him said, "We can't attack those people. They are stronger than we are." And they spread among the Israelites a bad report that the land they had explored. They said, "The land we explored devours those living in it. All the people we saw there are of great size. We saw the Nephilim there, the descendants of Anak, come from the Nephilim. We seem like grasshoppers in our own eyes, and we look the same to them." കേട്ടായിരുന്നോ അല്ലെ? അവിടെ പറയുന്നത് അല്ലേ, അവർ പോയിട്ട് വന്നിട്ട് ഇവർ മോശയോട് പറഞ്ഞ റിപ്പോർട്ടാണ്, ഞങ്ങൾ പോയി അവിടെ കണ്ടു, പക്ഷെ അവർ ഭയങ്കര ആളുകൾ, രാക്ഷസന്മാരെ പോലുള്ള ആളുകളുണ്ട്. So did you hear this, what they told as a report? We went and saw, but there are giants there and we are small. അവർ പറഞ്ഞു, ഞങ്ങൾ വളരെ വീക്കായിരുന്നു, ഞങ്ങൾ ഒന്നിനും പറ്റാത്തവരായിരുന്നു, പക്ഷേ അവരുടെ കണ്ണിലും, ആരുടെ കണ്ണില അല്ലെ, അവരുടെ കണ്ണിലും ഞങ്ങൾ അങ്ങനെയുള്ളവരായി തന്നെയാണ് ആയിരുന്നത്. So we went there and we saw it through their eyes that we are very small compared to these big giants. അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടായിരിക്കും. Do we have that kind of a mindset? മറ്റുള്ളവരുടെ കാര്യങ്ങളെ പറ്റി പറയാം അല്ലെ, മറ്റുള്ളവരുടെ കണ്ണുകൊണ്ട് നമ്മളെ കാണുക. Do we see ourselves through the eyes of others? അല്ലേ? പലപ്പോഴും നമ്മൾ അങ്ങനെയായിരിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്നു, അവർ എന്തായിരിക്കും നമ്മളെ പറ്റി ചിന്തിക്കുന്നത്. So many times we live a life to please other people, not us. അല്ലേ? നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ആയിരിക്കത്തില്ല, അതിനേക്കാളും വലുത് എന്നെപ്പറ്റി മറ്റുള്ളവർ എന്ത് ചിന്തിക്കും. We are much more bothered not about our own things, but what other people will think about me. ഒരു നല്ല ഡ്രസ്സ് ചെയ്താൽ തന്നെ, നല്ലൊരു ഡ്രസ്സ്, നല്ലൊരു സാരി, നല്ലൊരു എന്തെങ്കിലും ചെരുപ്പ് എന്തെങ്കിലും മേടിച്ചാൽ മറ്റുള്ളവർക്ക് അത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. So if we buy a new dress, we are always worried about what will other people think about this. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. So we are living almost for other people. മറ്റുള്ളവരുടെ കണ്ണുകളിൽ ഞാൻ നല്ല ആളായിരിക്കണം, ഞാൻ നന്നായിരിക്കണം അല്ലെ, അവർ കാണുമ്പോൾ
അല്ലെ ഒരു കുറവുണ്ടാകാൻ പാടില്ല. So we think that we should always be good in the eyes of others. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? Have you thought like that? ഹലോ, Hello? പലപ്പോഴും നമുക്കുണ്ടാകാറുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്, നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കാറേ ഇല്ല. നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണാറില്ല. So many times this happens. We live for other people. We never live for ourselves. പക്ഷെ ഒരിക്കലും ദൈവത്തിന്റെ വചനം നമ്മളെ അങ്ങനെ പറയുന്നില്ല നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്ന്. But the word of God doesn't tell that we should be looking at other people's opinion. മറ്റുള്ളവരുടെ മനസ്സിലോ അവരുടെ ചിന്തകളിൽ നമ്മൾ ജീവിക്കേണ്ട ഒരു ആവശ്യവുമില്ല. There is no need for us to live in the thoughts of other people. നമ്മൾ നോക്കേണ്ടത് നമ്മെ പറ്റി ദൈവത്തിന്റെ ചിന്ത എന്താണ്, വചനം എന്താണ് നമ്മളെ പറ്റി പറയുന്നത്. We should only be worried about what we are in the thought of God. അതാണ് What നമ്മൾ God says about us. ചിന്തിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. That is the only thing we need to pay attention to. മനസ്സിലാകുന്നുണ്ടോ? Are you able to follow me? ഓക്കെ. Okay. അത് അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി, അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് നിന്ന് പുറത്തു വരണം. So if we have this kind of a grasshopper mentality, we should step out of that. അത് നമ്മൾ റിന്യൂ ചെയ്യണം. We should renew our minds. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 4-ാം അധ്യായത്തിലെ ഒരു സംഭവം അവിടെ പറയുന്നുണ്ട്. 2 രാജാക്കന്മാർ 4:1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കൊണ്ട് വായിച്ചു നോക്കി. Okay, in 2 Kings chapter 4 1 to 7 there is another mentality that we talk about. ശ്രദ്ധിക്കണേ. The wife of a man from the company of the prophets cried out to Elisha, "Your servant, my husband, is dead, and you know that he revered the Lord. But now his creditor is coming to take my 2 boys as his slaves." Elisha replied to her, "How can I help you? Tell me, what do you have in your house?" "Your servant has nothing there at all," she said, "except a small jar of olive oil." Elisha said, "Go around and ask all your neighbors for empty jars. Don't ask for just a few. Then go inside and shut the door behind you and your sons. Pour oil into all the jars, and as each is filled, put it to one side." She left him and shut the door behind her and her sons. They brought the jars to her, and she kept pouring. When all the jars were full, she said to her son, "Bring me another one." But he replied, "There is not a jar left." Then the oil stopped flowing. മനസ്സിലായി? ഇവിടെ ഒരു അപ്പം ഇവിടെ ഈ ഒരു വിധവ സ്ത്രീയുടെ ഒരു മനോഭാവത്തെ പറ്റിയാണ് നമ്മളിവിടെ കാണുന്നത്. So here we are seeing the mentality of that widow lady. ഈ സ്ത്രീയുടെ ഭർത്താവ് ഒരു ദൈവ മനുഷ്യനായിരുന്നു. So the husband of this lady was a very righteous man. അവൻ മരിച്ചുപോയി. So he was deceased. ഒരുപാട് കടമായിരുന്നു, കടം മേടിച്ചു വെച്ചിട്ടാണ് മരിച്ചത്. And there was a lot of debt in his name. ഇപ്പൊ ആ കടക്കാരെല്ലാരും അങ്ങോട്ട് വന്നിരിക്കുകയാണ് ഇവരെ പിടിക്കാനായിട്ട്. And now all the debtors have come there to take back their debt. ഇവർക്കുണ്ടായിരുന്ന ഒരു മകനുണ്ടായിരുന്നു, അവനെ ഇപ്പൊ പിടിച്ചോണ്ട് പോകാണ്. And their son, they are trying to capture him. ആ ഒരു അവസ്ഥയിലാണ് എലിസ ഈ സ്ത്രീയെ കാണുന്നത്. So in that position only Elijah has been seeing this widow. അപ്പോൾ അവളോട് ചോദിക്കുകയാണ്, അല്ലേ, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? So Elijah asks her, "What should I do for you, woman?" അവള് പറയുകയാണ്, അല്ലേ, അവളുടെ അവസ്ഥകൾ ഇതായിരുന്നു. അവളുടെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു, അതാണ് അവളുടെ അവസ്ഥ. So her situation was very weak. She had nothing in her hands. ഇതിന്റെ പേരാണ് ഇല്ല 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 മെന്റാലിറ്റി. Okay, this is called the nothing mentality. ഒന്നുമില്ല, I have nothing. എനിക്കൊന്നുമില്ല, I don't have anything. എന്റെ കയ്യിൽ ഒന്നുമില്ല, I have nothing in my hands. എനിക്ക് പൈസ ഇല്ല, I don't have any money. എനിക്ക് നല്ല വീടില്ല, I don't have a good house. എനിക്ക് നല്ല സൗന്ദര്യമില്ല, I am not a handsome guy. ഏത് കാര്യം ഉണ്ടെങ്കിലും അത് ഇല്ല 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 ഇല്ല, അല്ലെങ്കിൽ എനിക്കിത് പോരാ. Every time we keep on complaining, I don't have this, I don't have ഈ that. സ്ത്രീയുടെ അവസ്ഥ അങ്ങനെയായിരുന്നു. ഈ വിധവ സ്ത്രീ വന്നിട്ട് പറഞ്ഞത്, അല്ല, എനിക്കിപ്പോ ഭർത്താവില്ല. So this lady also was like that. She says, "I don't have a husband now. എനിക്ക് നല്ല വരുമാനമില്ല, I don't have good income now. എനിക്ക് ഇപ്പം എന്റെ മകനുണ്ട്, ഇപ്പൊ അവനെ ഇല്ലാതാകുമ്പോ അവനെ പിടിച്ചോണ്ട് പോവാ. I have a son now who is going not to be there for me." അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റാ. ഇല്ല ഇല്ല ഒരു ഇല്ല മനസ്സില് അങ്ങനെയുള്ള ഒരു ചില ആളുകളെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? So this was a mentality of that lady. പല ആളുകളും അങ്ങനെയാ, അല്ലെ? അവർക്ക് എപ്പോഴും ആ ഒരു എന്ത് ചോദിച്ചാലും ഇല്ല, എനിക്കില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. So there is a lot of people like that. There is no satisfaction or contentment in their life. ഞാനില്ല എന്നെ വിളിക്കാണ്ട്, ഞാൻ വരത്തില്ല, ഫ്രണ്ട് വരത്തില്ല, ഞാൻ അവിടെ ഇരിക്കത്തില്ല, ഇവിടെ പല അങ്ങനെ ഒരു മൈൻഡ് സെറ്റ്. So a lot of people will say, "Please don't call me for anything. I won't come for this." പക്ഷെ അങ്ങനെയുള്ള ഒരു സ്ത്രീയോട് എലിസ ചോദിക്കുകയാണ്,
നിന്റെ കയ്യിൽ എന്തുണ്ട്? So in that situation, Elijah is asking her, what do you have in your hands? അല്ലേ? എന്തായിരിക്കും അവൾ ചിന്തിക്കുന്നത്? അവൾ ഒന്നും ഇല്ല 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 എന്ന് പറയുമ്പോൾ അവളോട് ചോദിക്കുന്നത് എന്താണ് ഉള്ളത്? So she's thinking, what is this? I am telling him I have nothing, and Elijah is coming back and asking me, what do you have in your hand? ഞാൻ ചിന്തിക്കുന്നു അവള് ഒന്ന് രണ്ട് വട്ടം ചിന്തിച്ച് കാണുമായിരിക്കും, ചോദിച്ചു കാണും, എന്തെങ്കിലും ഉണ്ടോ എൻ്റെ കയ്യിൽ? ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് ഒരു വീടില്ല, എനിക്ക് ഒന്നുമില്ല, എൻ്റെ വീട്ടിനകത്ത് ഇരിക്കുന്ന സാധനം എനിക്കറിയത്തില്ലേ, ഇവിടെ പാത്രമുണ്ട് പക്ഷെ അതിനകത്ത് എന്തില്ല, ഒന്നും സാധനമില്ല. So this lady must Elijah must be asking a few times, what do you have, what do you have? The lady must be telling, I have a house, maybe I have some utensils, but there is nothing in that. അവസാനം അവള് ചിന്തിച്ചു, ഇങ്ങനെ ആലോചിച്ചിട്ട് പല കാര്യങ്ങളും ഓർത്തിട്ട് എന്തായിരിക്കും ഉള്ളത്, അതുണ്ടോ ഇതുണ്ടോ എന്നിങ്ങനെ ചിന്തിച്ചിട്ട് അവസാനം പറഞ്ഞു, ഇച്ചിരി എണ്ണയും ഇച്ചിരി മാവും. Okay, so after thinking a lot, this lady replied, I have a bit of olive oil and I have a bit of dough. കുറച്ച് ഓയിൽ അല്ലാതെ വേറെ ഒന്നും വേണ്ട. ഇല്ല, അപ്പോഴും അവള് പറയുന്ന വാക്ക് ഇത് തന്നെയാണ്, ഈ എണ്ണ അല്ലാതെ വേറെ ഒന്നുമില്ല. So even then she is having this negative mentality. She says, I have only this oil and I have nothing else. മനസ്സിലായോ? ഇല്ലേ, ആ അവസ്ഥയിലും അപ്പൊ ഇവൻ ചോദിക്കാൻ, എൻ്റെ കയ്യിൽ എന്താണ് ഉള്ളത്? എൻ്റെ കയ്യിൽ ഇതുണ്ട് എന്നല്ല പറയുന്നത്, ഇതല്ലാതെ വേറെ ഒന്നുമില്ല. So rather than saying that, okay, I have this thing, this lady replies, I have nothing except this. അവൻ പറഞ്ഞു അത് കൊണ്ടുവരാൻ പറഞ്ഞു. So Elijah told, bring that here. അവൻ കൊണ്ടുവന്നിട്ട് എല്ലാ പാത്രങ്ങളും കൊണ്ടുവന്നു. വലിയൊരു അത്ഭുതം അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ എല്ലാ പാത്രങ്ങളും അവിടെ എണ്ണ നിറയുന്നതായിട്ട് കാണുന്നു. So Elijah asked her to bring this oil and bring all the vessels in the house, and then the miracle happens here. He starts pouring the oil into all these vessels and the vessels keeps filling up again and again. So അങ്ങനെയുള്ള ആ മൈൻഡ് സെറ്റിൽ നിന്ന് നമ്മൾ പുറത്തു വരേണ്ടത് ആവശ്യമാണ്. So we should come out of that nothingness mindset. ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ റിന്യൂവൽ ചെയ്യേണ്ടത് ആവശ്യമാണ്. So we should renew that kind of a mentality. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടോ, ഇന്ന് നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുക, ദൈവം തീർച്ചയായിട്ടും അവർ മനസ്സ് മാറ്റി തരും. If there is that kind of a nothing mentality in our life, അവിടെ we just ask God and God will change that. ഫീലിംഗ് വർത്ത്ലെസ്, ഹോപ്പ്ലെസ്, അല്ലേ, അനേബിൾ ടു ചേഞ്ച്, പല അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റാണ്. Yeah, so sometimes we feel like we are worthless, hopeless, we are unable to change that kind of a mindset. ഒരു കാര്യം കൂടി പറ, ഒരു മൈൻഡ് സെറ്റ് കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താം. അത് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 41 മുതൽ 46 വാക്യങ്ങൾ നമ്മൾ കാണുന്നു. ഒരു കാര്യം വളരെ നമുക്ക് അറിയാനുള്ള ഒരു സംഭവം തന്നെയാണ്. Okay, so I'll just talk about one more mentality. This is from Luke chapter 2, 41 to 46. ശ്രദ്ധിക്കാം. Every year, Jesus' parents went to Jerusalem for the festival of the Passover. When he was 12 years old, they went up to the festival according to the custom. After the festival was over, while his parents were returning home, the boy Jesus stayed behind in Jerusalem, but they were unaware of it. Thinking he was in their company, they traveled on for a day. Then they began looking for him among their relatives and friends. When they did not find him, they went back to Jerusalem to look for him. After 3 days, they found him in the temple courts, sitting among the teachers, listening to them and asking them questions. കേട്ടായിരുന്നോ നിങ്ങൾ? Do you hear what was read? എന്തായിരുന്നു ഇവിടുത്തെ പ്രോബ്ലം? What was the problem there? Forgot Jesus. ഓർത്ത് നോക്കിക്കേ, യേശുവിൻ്റെ അമ്മ അല്ലേ, യേശു ഒരു 18 വയസ്സോ ഒക്കെ ആയിരിക്കാം, അല്ലെ, സോറി 12 or 15 വയസ്സ് അങ്ങനെയുള്ള ഒരു ടൈമാണ്, ചെറുപ്രായമാണ്. So Jesus is a young teenager here. അവർ ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരികയാണ്, വലിയ കൂട്ടം ആളുകളുണ്ട്. So they are going to this temple of Jerusalem and they are returning and there are a lot of people. പക്ഷെ ഇവരുടെ കൂടെ ആരില്ലായിരുന്നു? യേശു ഇല്ലായിരുന്നു. But along with the parents, Jesus was not there when they returned. returned. അവർ അറിഞ്ഞില്ല. But they did not know this. എന്താണ്? യേശു അവരുടെ കൂടെ വന്നിരുന്നു, പക്ഷെ തിരിച്ചു വരുമ്പോൾ അവരുടെ ഇടയിൽ യേശു ഇല്ല. പക്ഷെ അവരതിനെ മനസ്സിലാക്കിയില്ല, അവരറിഞ്ഞില്ല. So in the return journey, Jesus was not there with them, but they never realized that. They thought that Jesus is still with them. പക്ഷെ അവർ യാത്ര ചെയ്തുകൊണ്ടേയാണ് ഇരിക്കുന്നത്. They continued in the journey. പക്ഷെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. So there may be this sort of a situation in our life as well. ഇത് ഒരു മൈൻഡ് സെറ്റ് ആണ്.
This is also a mindset. എന്ത് മൈൻഡ് സെറ്റ് ആണ്? What mindset is it? യേശു നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ യേശു ഇല്ല. So this mindset is basically we think Jesus is there with us, but he is not there. അങ്ങനെ സംഭവിക്കുമോ? This can happen. സംഭവിക്കും. This can happen. യേശു നമ്മൾ വിചാരിക്കുക നമ്മുടെ കൂടെ യേശു ഉണ്ട്, ഞാൻ ചെയ്യുന്നതല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണ്, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്, ഞാൻ കൊടുക്കുന്നുണ്ട്, എല്ലാം ഞാൻ സൺഡേ ഇവിടെ വരുന്നുണ്ട്, ഫാസ്റ്റിംഗ് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ യേശു എൻ്റെ കൂടെ ഉണ്ടോ? So we might assume that since we are doing a lot of spiritual things that Jesus is there with us, but is it true? Is Jesus really there with us? യേശുവിൻ്റെ അമ്മ അറിഞ്ഞില്ല യേശു അവിടെ ഇല്ല എന്നുള്ളൂ, പക്ഷെ അവർ യേശു ഉണ്ട് എന്ന് പറഞ്ഞാണ് അവർ യാത്ര ചെയ്യുന്നത്. So even Jesus' mother didn't know that Jesus was not there with them, but they assumed that Jesus was there, and then they continued their journey. എത്ര ദിവസം അതിനറിയാം? 3 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ മനസ്സിലാക്കിയത് യേശു അവരുടെ കൂടെ ഇല്ല എന്നുള്ളത്. It is only after 3 days that they realized that Jesus was not there with them. ഒരിക്കൽ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, പലരും അന്നാളിൽ എൻ്റെ അടുക്കലേക്ക് വന്ന് പറയും. So Jesus once told like this, in those days many will come to me and say, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ നിങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തു, നിന്റെ നാമത്തിൽ നിങ്ങൾ സുവിശേഷം പറഞ്ഞു, നിന്റെ നാമത്തിൽ ഞങ്ങൾ പല കാര്യങ്ങൾ ചെയ്തു. So they will tell that in your name we did a lot of miracles, in your name we exorcised many ghosts, in your name we healed a lot of people and all those. ബട്ട് അവിടെ യേശു പറഞ്ഞു, അധർമ്മം പ്രവർത്തിച്ചവരെ എന്നെ വിട്ടുപോകുവിൻ, ഞാൻ ഒരു നാളും അറിയുന്നില്ല നിങ്ങളെ. But Jesus told, you unrighteous, leave me, I never knew you in the first place. അല്ലേ? എത്ര പ്രയാസമാണ് അങ്ങനെയുള്ള ഒരു വാക്ക് യേശുവിൽ നിന്ന് കേൾക്കാനായിട്ട്, അല്ലേ? എത്ര കഷ്ടമായിരിക്കും നമുക്ക്. To hear something like this from Jesus, imagine the plight. നമ്മുടെ കൂടെ യേശു ഉണ്ടോ? നമ്മുടെ പ്രവർത്തനങ്ങളില്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കർത്താവ് നമ്മുടെ കൂടെയുണ്ടോ എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു അറിവ്, വ്യക്തമായുള്ള ഒരു അറിവ്, ഒരു അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. So we should be aware whether Jesus is there in whatever we do, spiritual or not. പലപ്പോൾ നമ്മൾ നമ്മുടേതായ ഒരു ഇമാജിനേഷനിൽ ജീവിക്കുന്നവരാ. Many times we live in our own spiritual imagination. നമ്മൾ നമ്മുടേതായ കാര്യം നമ്മൾ ചിന്തിക്കും, ഇതെല്ലാം ചെയ്യുമ്പോൾ ദൈവം സന്തോഷമാണ്, ദൈവത്തിന് ഇഷ്ടമാണ്, നമ്മൾ പറഞ്ഞ് ചിന്തിക്കും, നമ്മൾ സ്വയം ചിന്തിക്കും. We assume that if we do this spiritual activity, God will be there with us and he will be happy. ഞാൻ എല്ലാ സൺഡേയും മുടങ്ങാതെ വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തിന് വലിയ ആളാണ്, നമ്മൾ സ്വയം ധരിക്കും. Yeah, we will imagine that, okay, since I come to the church every Sunday, I sit on the right hand side of God. ദൈവം നോക്കുമ്പോൾ ദൈവം അവിടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയത്തില്ല. But Jesus, when we look at him, we have to think whether he was really there. പലപ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ദൈവമക്കളെ, അങ്ങനെ നമ്മൾ വിചാരിക്കും ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഇരിക്കുന്നുള്ള കാര്യങ്ങൾ. So this is something that happens to us quite often. പലപ്പോഴും നമ്മൾ ചിന്തിക്കും നമ്മൾ വചനം പാലിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഒരു കാര്യം കൂടി ഞാൻ പറയാം. So there is one more thing that let me just touch on that as well. നമ്മൾ വിചാരിക്കും ഞാൻ ദൈവത്തിന്റെ കൃപയിലാണ് ജീവിക്കുന്നുള്ളത്. Many times we think that we live under the grace of God. ദൈവത്തിന്റെ വചനപ്രകാരമാണ് ജീവിക്കുന്നു നമ്മൾ വിചാരിക്കും. We live as per the word. പക്ഷെ നമ്മൾ അതേ സമയത്ത് ന്യായപ്രമാണത്തിലായിരിക്കും നമ്മൾ. But we may be living under the law. അങ്ങനെയുള്ള അബദ്ധങ്ങൾ നമുക്ക് സംഭവിക്കാം. We might have that kind of a false. കാരണം നമ്മൾ ദൈവത്തിന്റെ കൃപയുടെ അണ്ടറിലാണ് നമ്മൾ ജീവിക്കുന്നത്. Though we are living in the grace of God. കൃപയ്ക്ക് അണ്ടറിലാണെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാം, ന്യായപ്രമാണത്തിന്റെ കീഴിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. If we are living under grace, then we can never live under the law. പക്ഷെ നമ്മൾ സ്വയം ചിന്തിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ കൃപയിലാണ്, ഞാൻ വളരെ ഞാൻ സമാധാനത്തോടാണ് ജീവിക്കുന്നത്, ദൈവത്തിന്റെ വഴിയിലാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ന്യായപ്രമാണത്തിന്റെ കീഴിലായിരിക്കാം. So whenever we are even claiming that we are living in God's way, maybe we are living in under the law. നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും നമ്മുടേതായ സ്വയം ആ ഒരു ഇമാജിനേഷനിൽ അതിൽ നമ്മൾ ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ പുറത്തു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. So many times we judge ourselves and we think that we are living under grace, but God tells us come out of that situation. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പിന്നെയും പിന്നെ നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേൻ എന്ന് പറയുന്നതിന്റെ കാരണം അതുകൊണ്ടാണ് ദൈവം. So that is why the word encourages us many times, you renew your mind.
ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ചിലപ്പോ വീണുപോകാൻ ഇടയായിത്തീരും. Otherwise, we might fall. നമ്മൾ ചിന്തിക്കും നമ്മൾ ഇതെല്ലാം ക്ലിയർ ആണ്, ഞാൻ ദൈവത്തിന്റെ കൃപയിലാണ്, യേശുവിന്റെ കൂടെ ഉണ്ട്, നമ്മൾ സ്വയം ചിന്തിക്കാം. We might falsely assume that we are under the grace of God and we are clear in all matters. പക്ഷെ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്. But we should be very careful in these affairs. നമ്മൾ ദൈവം പറഞ്ഞിരിക്കുന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കാൻ തയ്യാറായിരിക്കണം. We should be ready to live as per the word of Christ. ദൈവത്തിന്റെ വചനത്തിന് അനുസരണമായി നമ്മുടെ മനസ്സ് പുതുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. We should be able to renew our minds as per the word of Christ. മാത്രമല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ, നമ്മളെ മാറ്റം കൊണ്ടുവരുവാൻ നമ്മൾ സമർപ്പിക്കുന്നവരായിരിക്കണം. We should be ready to submit ourselves to the Holy Spirit to transform our lives. ഇല്ലെങ്കിൽ നമുക്ക് അത് വളരെ പ്രയാസകരമായിരിക്കും. Otherwise it will be very difficult for us. അവിടെ പറയുന്നുണ്ട് പല കാര്യങ്ങൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്നതായുള്ള അനുഗ്രഹങ്ങൾ, ഈ ഭൂമിയിൽ നമുക്ക് ദൈവം വെച്ചിരിക്കുന്നതായുള്ള കാര്യങ്ങൾ നമുക്ക് അത് അനുഭവിക്കാനോ അതിൽ സന്തോഷിക്കുവാനോ നമുക്ക് മുന്നോട്ട് ക്രിസ്തീയ യാത്രയിൽ മുന്നോട്ട് പോകാനോ സാധിക്കാതെ വരും. The word says that if that is the case, then we will not be able to get whatever blessings God has promised us, and even if we get, we may not be able to enjoy that. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ് ദൈവമക്കളെ, നമ്മുടെ മനസ്സ് എപ്പോഴും പുതുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. Therefore I encourage you, my dear brothers and sisters, every time you should renew your mind. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരും കർത്താവ് യേശുവിലായിരിക്കുന്നുള്ളത്. I am believing that everyone sitting here is abiding in Jesus Christ. നമ്മൾ എല്ലാവരോടെയും കർത്താവ് വാസ്തവമായി ജീവിക്കുകയാണ് നമ്മുടെ കൂടെ. So Jesus Christ is living through us. ദൈവത്തിന്റെ വചനം നമ്മൾ ഓർപ്പിക്കുകയാണ്, നമ്മളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്നുള്ളത്. The word reminds us that our bodies are temple of God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും വന്ന് വസിക്കുകയാണ് ചെയ്യുന്നത്. The Holy Spirit abides in each and every one of us. അത് മറന്നു പോകരുത് മക്കളെ. Please do not forget that. എപ്പോൾ അത് ഓർക്കണം നമ്മളെ. Keep on remembering that. ആ കാര്യങ്ങൾ കൊണ്ട് ദൈവം നമ്മെ പറ്റി പറയുന്നതായുള്ള വചനങ്ങൾ കൊണ്ട് മനസ്സ് നമ്മൾ പുതുക്കുന്നവരായിരിക്കണം. So through the word of God, every time we should renew our minds. ഒരുപാട് വചനങ്ങൾ പൗലോസ്ലീഹ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ ക്രിസ്തുയേശുവിൽ നമ്മൾ ആരാണെന്നുള്ളതിനെ പറ്റി അവിടെ പറയുന്നുണ്ട്. So there are a lot of word that has come through Saint Paul, and it says who we are through Jesus Christ. നമ്മൾ ക്രിസ്തുവിലാകുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്നതായുള്ള മാറ്റങ്ങൾ, രൂപാന്തരങ്ങളെ പറ്റി പറയുന്നുണ്ട് അവിടെ. All the changes that happens to us when we are in Christ has been described in detail there. നമ്മൾ യേശുക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവർ എന്നാണ് വചനം പറയുന്നത്. It says that we are actually wearing Jesus Christ like a cloth over us. ഒരു വസ്ത്രം എങ്ങനെയാണ് നമ്മൾ രാവിലെ ഡ്രസ്സ് നമ്മൾ ധരിക്കുന്നത് പോലെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് യേശുവിനെ. Just like we put on an apparel, we put on Jesus അതേ Christ. സമയത്ത് ഒരു കാര്യം മറന്നു പോകരുത്. But at the same time, please do not forget this thing. ഡ്രസ്സിംഗ് ടേബിളിന്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ when you are in front of the dressing table, നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് തന്നെ ഊരി പോകത്തില്ല. the dress we have currently will not just go like that. കൈ ഇങ്ങനെ ഉയർത്തുമ്പോൾ വേറെ ഒരു പുതിയ ഡ്രസ്സ് തന്നെ നമ്മുടെ മുകളിൽ വന്ന് വീഴത്തില്ല. When we just lift our hands, a new dress will not come and clothe us. നമ്മൾ പോയി എടുക്കണം, അലമാരി തുറന്ന് ഡ്രസ്സ് എടുത്ത് നമ്മൾ ഇടണം. So we should put in some effort. We should go to the wardrobe, pick up the new dress, and we should put it ourselves. നമ്മൾ വേണം അത് ധരിക്കാനായിട്ട്. We should be the one who should be wearing that. നമ്മൾ ആരാണുള്ളത് ബോധ്യമാക്കുക, അവിടെയാണ് മനസ്സിലാക്കുന്നത്. So that is the place where we realize who we are in Christ. നമ്മൾ പോയി എടുക്കണം യേശുക്രിസ്തുവിനെ. We have to go and collect Jesus Christ. ആ യേശുവിനെ നമ്മൾ ധരിക്കണം. And we have to wear that Jesus യേശുവിനെ Christ. പോലെ നടക്കാൻ നമ്മൾ ശ്രമിക്കണം. We should walk like that Jesus അത് Christ. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ദൈവ വചനം എന്താണ് നമ്മളെ പറയുന്നു എന്നുള്ളത് അത് നമ്മൾ എപ്പോഴും ഓർക്കുന്നവരായിരിക്കണം അല്ലെ. ദൈവത്തിന്റെ അല്ലെ ആ സത്യം എന്താ, ദൈവവചനം നമ്മെ പറ്റിയുള്ള പറയുന്ന സത്യങ്ങൾ എന്താണെന്നുള്ളതിനെ പറ്റിയുള്ള അറിവ് നമുക്കുണ്ടായിരിക്കും. ആ ഒരു സ്ലൈഡ് കൊണ്ട് ബ്ലസ്സി അതുകൊണ്ട് ഇടാമോ? So we should be aware of what we are in Christ and what are the truths അത് വേണ്ട, മാറ്റിക്കോ. about us. വേറെ അടുത്ത് God's truth about you. താഴെ പോയ അങ്ങോട്ടല്ല, അവസാനത്തെ ഇത് അല്ലേ ഇവിടെ കണ്ടോ. ദൈവം നമ്മളെ പറ്റി പറയുന്നതായുള്ള സത്യങ്ങൾ എന്താണെന്നുള്ളതിനെ പറ്റി നമ്മുടെ മനസ്സുകൊണ്ട് നാം നിറയ്ക്കുന്നവരായിരിക്കണം. Okay, these are what God truths that God tell about us. Let us fill our minds with this. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിനകത്ത് നമ്മൾ നിറയ്ക്കാൻ തയ്യാറായിരിക്കണം. We should be able to fill our minds with this. ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിന്റെ ഒരു പർപ്പസോട് കൂടിയാണുള്ളത് ഓർക്കണം. God has created us with a purpose in mind. ദൈവം നമ്മളെ വാല്യൂ ചെയ്യുന്നുണ്ട്, നമുക്ക് അതിൻ്റെതായ ഒരു അല്ലെ ക്രെഡിറ്റ് ദൈവം കൊടുക്കുന്നുണ്ടെന്നുള്ളത് ഓർത്തോളണം. God values us. He has put on a particular value on us. ദൈവം നമ്മളെ ഏത് അവസ്ഥയിലായിരുന്നെങ്കിലും നമ്മളെ ഉപയോഗിക്കാൻ ദൈവം തയ്യാറാണുള്ളത് നമ്മൾ ഓർക്കണം. No matter what situation we are in, God is ready to use ആ us. വിധവ സ്ത്രീ
തന്റെ കയ്യിലുണ്ടായിരുന്ന അല്പം കുറച്ച് ആ എണ്ണ അവള് ആ ദേവദാസന്റെ കയ്യിൽ കൊടുത്തു. So that widow, whatever little olive oil she had, she gave it into Elijah's hand. അവിടെ ഉണ്ടായിരുന്ന സകല പാത്രങ്ങളിലും നിറയ്ക്കുവാൻ തക്കവണ്ണം അത് മതിയായിരുന്നു. So to fill all the vessels that was in the vicinity, that little bit of oil was ആ enough. ചെറുതിനെ അതിനെ ഉപയോഗിക്കാൻ കർത്താവ് തയ്യാറാണ്. Even that small drop of olive oil, God was ready to use. ഒരു ചെറു ബാലൻ യേശുവിന്റെ കയ്യിലേക്ക് 5 അപ്പവും 2 മീനും കൊണ്ടുപോയി കൊടുത്തു. A small boy gave into our Lord's hand 5 bread and fish. അത് 5000 പേർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. And our Lord divided it and gave it to 5,000 people. അത് ദൈവം ആ ചെറിയ അംശത്തെ, ചെറിയ കാര്യത്തെ, അല്പമായിട്ടുള്ളതിനെ ഉപയോഗിക്കുവാൻ ദൈവം തയ്യാറാണല്ലോ. So God is ready to use even that small quantity. പഴയ നിയമം മുഴുവൻ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ആരൊക്കെ ദൈവത്തിന് വേണ്ടി വിശ്വാസത്തോടെ ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചിട്ടുണ്ടോ അവരെ ദൈവം ഉപയോഗിക്കുകയാണ് ചെയ്തത്. So we see this all throughout Old Testament. Whoever has taken one step in faith, God uses them mightily. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിൽ നിറയ്ക്കണം ദൈവം. So we should look at these kind of things and fill our minds with that. നമ്മുടെ മൈൻഡ് അതുകൊണ്ടായിരിക്കും നമ്മുടെ നിറയേണ്ടത്. Our mind should be totally inspired with this. കാരണം എന്താണ്, നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു ലാൻഡ് പോലെയാണ്. So our mind is like a land. അതിനകത്ത് നമ്മൾ വിത്തുകൾ കൊണ്ട് ഇട്ടാൽ അത് കിളുത്ത് വരുന്നത് പോലെ. So just like we put seeds into a barren land and it will sprout. കുറച്ച് നാൾ മുമ്പ് ഞാൻ വാട്സാപ്പിൽ ഒരു കാര്യം വായിച്ചു. So some time back I read something in WhatsApp. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കടലിന്റെ അടിയിൽ മുങ്ങിപ്പോയ ഒരു കപ്പല് കണ്ടുപിടിച്ചു. So they found like a ship that was sank at the bottom of the ocean. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു 100-200 വർഷങ്ങൾക്ക് മുമ്പ് മുങ്ങിപ്പോയതായ ഒരു കപ്പൽ അവിടെ ഉണ്ടായിരുന്നു. So this ship was a few centuries old. അതിനകത്തുനിന്ന് അവർ ഒരു പാത്രം കണ്ടെടുത്തു. So they found a vessel from that. അത് പൊട്ടിച്ചു നോക്കിയപ്പോൾ And they broke that vessel. അതിനകത്ത് കുറച്ച് വിത്തുകൾ ഉണ്ടായിരുന്നു. They saw some seeds in that. അവർക്ക് അതിശയമായി. ആ വിത്തുകളെ കൊണ്ടുപോയിട്ട് അവർ എന്ത് ചെയ്തെന്നറിയാമോ? നിലത്ത് കൊണ്ടിട്ടു. So they were just thinking, okay, what should we do with this? And then they went and they put it into the ground. അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. And then they poured some water. അത്ഭുതം എന്തെന്നറിയാമോ ദൈവമക്കളെ? Do you know what the miracle was? എത്രയോ വർഷങ്ങളായിട്ട് കടലിന്റെ അടിയിൽ ആ പാത്രത്തിനകത്ത് ഇങ്ങനെ മൂടിക്കിടന്ന വിത്ത് നിലത്ത് വീണപ്പോൾ കിളുത്ത് വന്നു. So these centuries old seeds which was there in that ship, when it was put to the ground and then it was watered, it started sprouting. അതുപോലാണ് നമ്മുടെ മൈൻഡിനുള്ളത്. Our mind is also like that. ആ ഒരു അല്ലെ അതിനകത്ത് നമ്മൾ ഇടുന്ന വിത്തുകൾ, നിങ്ങൾ ഏത് തരത്തിലുള്ള വിത്തുകളാണ് ഇടുന്നത്, അത് കിളുത്ത് വരും. So whatever kind of seeds we put into our mind, it will sprout. സോ നമ്മൾ ആ മനസ്സിൽ നമ്മൾ വിതയ്ക്കുന്നതായ വിത്തുകളെ കുറിച്ചുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. So we should be very much aware of what kinds of seed we put into our mind. നല്ല സീഡുകൾ അല്ലെ അതിനകത്ത് ഇടുവാണെങ്കിൽ നല്ല ഫലം അതിനകത്ത് നിന്നുണ്ടാകും. So if it is good seeds, we will get good fruit. ഇല്ലെങ്കിൽ എന്ത് വിതയ്ക്കുന്നോ അതായിരിക്കും നമ്മുടെ പുറത്ത് വരുന്നത്. Otherwise whatever we sow, we will harvest that. സോ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. So I encourage us to submit ourselves into the hands of God. ദൈവത്തിന്റെ വചനത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിച്ചു. So I just reminded you some things from the word of God. നിങ്ങൾ അത് കേൾക്കുന്നുണ്ടെങ്കിൽ If you are listening to that, ദൈവത്തിന്റെ കരങ്ങളിൽ നിങ്ങളെ സമർപ്പിക്കുക. submit yourself into the hands of നമ്മൾ God. പ്രാർത്ഥിക്കാൻ പോവുക. Let us pray. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കുക. Let us give ourselves into the hand of God. നമുക്ക് ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാം. Let us just stand up. നമ്മളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം ഈ വചനത്തിന് മുമ്പാകെ. Let us entrust ourselves into the hands of God. കർത്താവേ, ഞങ്ങൾ കേട്ട വചനത്തിന് മുമ്പാകെ എൻ്റെ മക്കളായി ഞങ്ങളെ സമർപ്പിക്കുന്നു. Dear Lord, we are submitting ourselves into your hands after listening to your word. കേട്ടതിൻ്റെ വെളിച്ചത്തിൽ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങളെ തന്നെ പുതുപ്പിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, if anything that you heard, you need to bring that about in your life. നിങ്ങളുടെ മനസ്സ് പുതുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, If you think that you need to renew your mind, നിങ്ങൾക്ക് ഒരു രൂപാന്തരം ആവശ്യമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, if you think that you need a renewal, നിങ്ങളെ സമർപ്പിക്കുക. submit yourselves. നമ്മളെ തന്നെ പൂർണ്ണമായ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ സറണ്ടർ ചെയ്യാം. Totally and absolutely submit yourself into the hands of God. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിലുണ്ട്. I truly believe that the Holy Spirit of God is there between us. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കും.
The Holy Spirit of God is working through us. നമ്മൾ ഓരോരുത്തരുടെ ഹൃദയങ്ങളെയും അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. Our God knows each and everyone's heart. നമ്മൾ ആരാണ്, എവിടെ നിന്ന് വന്നു, എന്താണ്, നമ്മൾ എവിടെ ആയിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് നന്നായി അറിയാം. God knows who we are, where we came from, where we will go. എന്നാൽ നിങ്ങളെ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ, But if you are submitting yourself, നമ്മുടെ മനസ്സെ പുതുക്കുവാൻ, നമുക്ക് രൂപാന്തരം വരുത്തുവാൻ കർത്താവ് തയ്യാറാണ്. God is ready to transform and renew our mind. ചില സെക്കൻഡുകൾ നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കാം. We will, a few seconds, let us totally surrender to God. നാവുകൾ തുറക്കാം, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാം. Let us open our mouths and let us worship God. നിങ്ങൾ ദൈവത്തോട് സംസാരിക്കാം. Let us talk to God. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവം സംസാരിക്കും. Let God speak to you in your heart. ദൈവം എന്താണ് നിങ്ങളോട് സംസാരിക്കുന്നത്, ഇടപെടുന്നുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക. Listen carefully what God speaks to you. ഞാൻ ചില കാര്യങ്ങളാണ് ഇവിടെ നിങ്ങളെ ഓർപ്പിച്ചത്. എന്താണ് നമ്മൾ പുതുപ്പിക്കേണ്ടതായ കാര്യങ്ങൾ എന്താണെന്നുള്ള ചില ഉദാഹരണങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. I have only given you a few examples from the word here. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്തെങ്കിലും പ്രത്യേകമായി നിങ്ങളുടെ മനസ്സിൽ അതിനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, But if the Holy Spirit of God brings something specially into your heart, ദയവായി സമർപ്പിക്കാം. surrender yourself. അതിനുള്ള സമയമാണിത്. It is a time for that. പരിശുദ്ധാത്മാവേ വരണമേ. Dear Holy Spirit, please come into your life. Hallelujah. Thank you, Lord. Thank you, Lord. Thank you, Lord. Hallelujah. നിങ്ങൾ കേട്ടിരിക്കുന്ന ശബ്ദം അത് ദൈവത്തിൻ്റെതാണ്. The voice you heard is the voice of God. അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. If He has commanded you anything, obey that. അങ്ങനെ തന്നെ ചെയ്യുക. Do it as He has said. അവൻ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. He is a God who performs miracles. ഒരിക്കൽ കാനായിലെ കല്യാണ വീട്ടിൽ യേശുവിൻ്റെ അമ്മ അവിടുത്തെ ജോലിക്കാരോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. At the wedding of Cana, Mary, mother of Jesus, told the servants, whatever Jesus commands, you do just like that. അവർ യേശു പറഞ്ഞതുപോലെ പാത്രങ്ങളിൽ വെള്ളം ഒഴിച്ചു. They poured water into vessels as Jesus commanded them. യേശു പറഞ്ഞതുപോലെ അവർ അത് എടുത്തു കൊടുത്തു. So just as Jesus had told, they followed the instructions. അത് മനോഹരമായ വീഞ്ഞായിരുന്നു. And it miraculously turned into nice wine. അതുപോലെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, So just like that, if Jesus is speaking to you, നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മനോഹരമായ ഒരു വീഞ്ഞായി, മാധുര്യമേറിയ ഒരു ജീവിതമായി മാറും. and if you are following that, that will convert to a fine wine. It will convert to a sweet life. സ്വർഗ്ഗീയ പിതാവേ, എന്നോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. Dear Father in heaven, we praise and worship you. എൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ മക്കളെ ഞങ്ങളെ സമർപ്പിക്കുന്നു. We are submitting ourselves, your children, into your hands. ചെയ്തിരിക്കുന്ന വലിയ മാറ്റങ്ങൾക്കായി സ്തോത്രം. Thank you so much for the big changes that you have done in our lives. ഞങ്ങളുടെ മനസ്സ് പുതുക്കി ഇനി രൂപാന്തരം വരുത്തിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. We thank you for the renewal that you have brought into our hearts. ഞങ്ങൾ എങ്ങനെയായിരുന്നു, എവിടെയായിരുന്നു, എന്തായിരുന്നു എന്നുള്ളത് നന്നായി നീ അറിയുന്ന ദൈവം. Who we were, where we were, what we were, you knew that, Lord. നിങ്ങൾ നൽകിയ മാറ്റങ്ങൾക്കായി സ്തോത്രം, ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തുതിക്കുന്നു. Thank you, Lord, so much for the changes you have brought, and thank you for blessing us. യേശുവിൻ നാമത്തിൽ പിതാവേ. In the name of Jesus Christ. ആമേൻ. Amen. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ ആശ്വാസവും കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും എല്ലാറ്റിനുമേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Amen. Hallelujah.